ഹായ് ഫ്രണ്ട്സ്, പാലക്കാടിൻ്റെ ഹൃദയം പോലെ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് കോട്ട അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ കോട്ട ഒന്ന് കണ്ടാലോ? ഇത് ചരിത്ര സ്മാരകമായി നിലകൊള്ളുകയാണ്. കോട്ടയ്ക്കുള്ളിൽ കയറിയാൽ ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കാണാം. ഇന്ത്യയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കോട്ടകളിൽ ഏറ്റവും ഭംഗിയായി നിലനിർത്തിയിരിക്കുന്ന കോട്ടയാണിത്. ഈ കോട്ട ഇപ്പോൾ ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലാണ്. ഇത് ചരിത്രം ഉറങ്ങുന്ന കോട്ടയാണ്. ചെറിയൊരു ടിക്കറ്റ് എടുത്ത് നമുക്കിതിനകത്ത് കയറാം. ഇത് കോട്ടയുടെ മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ചയാണ്. അതിമനോഹരമാണ്. ധാരാളം പുൽത്തകിടികളും തണൽ വൃക്ഷങ്ങളും നിറഞ്ഞതാണ് ആ താഴ്ഭാഗം. അവിടെ ചെറിയ കെട്ടിടാവശിഷ്ടങ്ങളും കാണാം. ഇത് കോട്ടയ്ക്കുള്ളിലെ കൽത്തൂണുകളാണ്. ഇത് വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 1766 ഹൈദരാലി പണികഴിപ്പിച്ച കോട്ടയാണ്. ഈ കോട്ടയ്ക്കുള്ളിലുള്ള പുൽത്തകടിയിൽ കാണുന്ന വിശേഷപ്പെട്ട ഒരു മാവാണിത്. ഇതിൻ്റെ ഒരു ശിഖരം താഴെ വീണ് പൊടിച്ച് ഇത് 3 ശിഖരങ്ങളായി നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. അതിൻ്റെ കീഴെയും ധാരാളം ആൾക്കാർ വിശ്രമിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം കോട്ട പിടിച്ചെടുക്കുകയും 1790 അത് പുതുക്കി പണിയുകയും ചെയ്തു. ഇത് പട്ടാള കേന്ദ്രമായിരുന്നു. ഈ കോട്ട ബ്രിട്ടീഷ് ഭരണകാലത്ത് സർക്കാർ ഭരണ കേന്ദ്രമായി മാറി. ഈ കോട്ടയ്ക്കുള്ളിൽ കയറാൻ രാവിലെ 8 മണി മുതൽ 6 മണി വരെ അനുവദിക്കും. ചെറിയൊരു ടിക്കറ്റ് എടുത്താൽ മതി. ഇത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങുകളാണ്. കോട്ടയുടെ മുകളിൽ നിന്നും ഈ കിടങ്ങുകൾ കാണാനും നല്ല ഭംഗിയുണ്ട്. 4 ചുറ്റും കിടങ്ങുകളുണ്ട്. സ്റ്റെപ്സുകൾ കയറി കോട്ടയുടെ മുകളിൽ വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളുണ്ട്. അതിനകത്ത് കയറാം. ഇത് തിരിച്ച് സൈനികർക്ക് ആക്രമിക്കാൻ പറ്റിയ തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിലുള്ള ചെറിയ വിടവിലൂടെ നോക്കിയാൽ താഴത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. ആ കാഴ്ചയാണ് ഈ കാണുന്ന കിടങ്ങുകളുടെ ആ ഒരു ഭാഗം. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കയറി വരുന്ന കവാടവും ക്ഷേത്രവുമാണ്. ഇതിനകത്തൂടെ കയറി വേണം മുകളിൽ സ്റ്റെപ്സുകൾ കയറി നമുക്ക് കോട്ടയുടെ മുകളിലെത്താൻ. എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു കോട്ട തന്നെയാണ്. പാലക്കാട് എത്തിയാൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാലക്കാട് കോട്ട കാണണം. പാലക്കാട് ടൗണിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കോട്ടയിലോട്ട് എത്താനായിട്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ. ഏറ്റവും അടുത്ത വിമാനത്താവളം കോയമ്പത്തൂരാണ്. ഇത് അവിടുത്തെ പട്ടാള കേന്ദ്രമായിരുന്ന കെട്ടിടങ്ങളാണ്. സർക്കാർ ഓഫീസുകളായിട്ടല്ല ഇവ പ്രവർത്തിച്ചിട്ടുണ്ട്. ജയിലും ഉണ്ടായിരുന്നു. ജയിലിപ്പം മാറ്റി മറ്റൊരിടത്തേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടും നല്ലൊരു കോട്ട തന്നെയാണ്. തീർച്ചയായും കാണണം. ബാക്കി നേർക്കാഴ്ചയായി കാണാവുന്നതാണ്.